ശം ശനീശ്വരായ നമ. പ്രിയമുള്ളവരെ, അക്ഷയതൃതീയ ഈ വർഷം ഏപ്രിൽ മാസം 30-ാം തീയതിയാണെന്നറിയാമല്ലോ. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയയാണ് അക്ഷയതൃതീയ എന്നറിയപ്പെടുന്നത്. ഒരുപാട് പ്രത്യേകതകളും അനുഭവങ്ങളും നമുക്കുണ്ടാകുന്ന ഒരു സുദിനമായതിനാൽ ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും മാഹാത്മ്യത്തെപ്പറ്റിയും നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കൃതയുഗവും ത്രേതായുഗവും ആരംഭിച്ചത് അക്ഷയതൃതീയ നാളിലാണെന്നാണ് നമ്മുടെ വിശ്വാസം. ത്രേതായുഗത്തിൽ പരശുരാമന്റെയും ദ്വാപരയുഗത്തിൽ ബലഭദ്രന്റെയും അവതാരവും ഈ ദിനത്തിലാണെന്ന് പറയപ്പെടുന്നു. അന്നപൂർണേശ്വരി ദേവിയുടെ അവതാരവും നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. വരൾച്ചയിൽ വെന്തു നേറിയ ഭൂമിയുടെ അവസ്ഥ കണ്ട മഹർഷി ഭഗീരഥൻ കഠിന തപസ്സിലൂടെ സ്വർഗങ്ങയെ ഭൂമിയിലേക്ക് ഒഴുക്കിയ സുദിനം കൂടിയാണ് അക്ഷയതൃതീയ. ഭൂമിയിൽ സമസ്ത ഐശ്വര്യവും പകർന്നു നൽകിയ ഗംഗാദേവിയുടെ ആഗമനത്തിന്റെ മഹത്വം ആചരിക്കാൻ കാർഷിക ഉത്സവങ്ങളും നമ്മുടെ രാജ്യത്ത് നടത്താറുണ്ട്. അത്രയേറെ മാഹാത്മ്യമുള്ള ഈ ദിനത്തിൽ പുരാതന കാലം മുതൽ അക്ഷയതൃതീയ നാളിൽ ഋഷീശ്വരന്മാർ ഉൾപ്പെടെ എല്ലാവരും തീർത്ഥഘട്ടങ്ങളിൽ സ്നാനവും പിതൃക്കൾക്കും പിതൃദേവതകൾക്കും വേണ്ടി ബലിതർപ്പണങ്ങളും പൂജകളും ഒക്കെ നടത്തി വരുന്നുണ്ട്. ഈ ദിനത്തിൽ നടത്തുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്നാണ് നമ്മുടെ അറിവ്. അക്ഷയതൃതീയ നാളിൽ നടത്തുന്ന അഗ്നിഹോമത്തിലൂടെ അഗ്നിദേവനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ വിശേഷമാണെന്നും നമ്മൾ വിശ്വസിക്കുന്നു. സ്നാനം, ഹോമം, ദാനം, പിതൃതർപ്പണം, ജപം, സ്വാധ്യായം എന്നീ കർമ്മങ്ങൾ ഈ ദിനത്തിൽ നടത്തുമ്പോൾ സർവഭാവമോചനം ലഭിക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. കഷ്ടത, സങ്കടങ്ങൾ, ഋണബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധി, കുടുംബ പ്രശ്നങ്ങൾ എന്നിവയൊക്കെയുള്ളവർ ഉപവാസവ്രതങ്ങൾ ആചരിച്ചാൽ എല്ലാ സങ്കടങ്ങളും തീർന്ന് പരമമായ സന്തോഷം ലഭിക്കും. അക്ഷയതൃതീയ നാളിൽ രാവിലെ കുളിച്ചതിന് ശേഷം മാത്രമേ അടുക്കളയിൽ കയറാൻ പാടുള്ളൂ. അന്നപൂർണേശ്വരി മന്ത്രം ജപിച്ചതിന് ശേഷമോ പൂജ നടത്തിയതിനു ശേഷമോ മാത്രം മതി ആഹാരം പാചകം ചെയ്യാൻ. വിവാഹം നടത്താൻ പറ്റിയ ഏറ്റവും നല്ല ദിനമാണ് അക്ഷയതൃതീയ. ജാതകദോഷം മൂലവും മറ്റ് പ്രശ്നങ്ങൾ കാരണവും വിവാഹ തടസ്സം വന്നവർ തീർച്ചയായും ഈ ദിനത്തിൽ മാത്രമേ വിവാഹം നടത്താൻ പാടുള്ളൂ. വിവാഹമോചനം, ദാമ്പത്യ പ്രശ്നങ്ങൾ, ചേർച്ചക്കുറവ്, വൈദ്യവ്യദോഷം തുടങ്ങി ദമ്പതിമാർക്കുണ്ടാകുന്ന എല്ലാവിധ കഷ്ടതകളും മാറാൻ അക്ഷയതൃതീയ നാളിൽ വ്രതമെടുത്ത് താലി പൂജിച്ച് ധരിക്കണം. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കും ഭാവിയിൽ ഒരു ദോഷവും വരാതിരിക്കാൻ താലി പുതുതായി ധരിക്കാം. തലേ ദിവസം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് മഹാലക്ഷ്മി അഷ്ടകവും അന്നപൂർണേശ്വരി നാമസങ്കീർത്തനങ്ങളും നടത്തി അന്നപൂർണേശ്വരിയെയും മഹാലക്ഷ്മിയെയും പൂജിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം വ്രതമെടുക്കേണ്ടത്. പിറ്റേ ദിവസം തൃതീയ നാളിൽ രാവിലെ 5:30 മുതൽ 2:10 വരെ മുഹൂർത്തമുണ്ടെങ്കിലും
12:10 മുൻപ് ഉള്ള പുണ്യമുഹൂർത്തത്തിൽ താലി ഏതെങ്കിലും ദേവീക്ഷേത്ര സന്നിധിയിൽ പൂജിച്ച് ധരിക്കണം. അന്നും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നുവെങ്കിൽ അതും വെജിറ്റേറിയൻ ഭക്ഷണം തന്നെ വേണം കൊടുക്കാൻ. അത് നിർബന്ധമായിരിക്കണം. എല്ലാ വിവാഹങ്ങൾക്കും 12:10 മുൻപുള്ള മുഹൂർത്തം തന്നെ എടുക്കണം. സ്വർണം, വെള്ളി, വീട്ടുപകരണങ്ങൾ എന്നിവ വാങ്ങാനും സൂക്ഷിക്കാനും ഏറ്റവും ഉത്തമമായ ദിനമാണ് അക്ഷയതൃതീയ. ഓരോ വർഷവും നമ്മൾ ആചരിക്കേണ്ടതായ ദിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അക്ഷയതൃതീയ എന്ന് പറയുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് ഒരു ഉത്സവം പോലെ നാം ഈ ദിനവും ആഘോഷിക്കുന്നത്. സദ്യ ഒരുക്കണം. സദ്യ വെജിറ്റേറിയൻ തന്നെയാകണം. ഭക്ഷണം ദാനം ചെയ്യുകയും വേണം. ഏറ്റവും അർഹതയുള്ള പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യലും പ്രധാനം. അന്നപൂർണേശ്വരി മന്ത്രം ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും അത് ജപിക്കണം. പറ്റുമെങ്കിൽ പൂജയും ചെയ്യും. സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം സ്വസ്തിർഭവതു. ഓം ശാന്തി ശാന്തി ശാന്തി.